السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. يا أصحاب الوقت ويا صاحب الوقت أعظ نيابة عنكم وأضع جبهتي تحت قدميكم وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله. ഇന്നത്തെ നല്ല ഒരു രാത്രി, മുഹറം 10 രാവ്, അഹ്ലുബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രധാനപ്പെട്ട സയ്യിദുന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ അവരെ പ്രത്യേകം ഓർക്കുന്ന ഈ മഹത്തായ സദസ്സ് വന്നിരായ ശൈഖുന ജാമിഉം മാനിഉമായി ഈ സമയത്ത് പറയേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായ ഭാഷയിൽ ലോകത്തോട് തന്നെ അവർ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി അതിൻ്റെ പറഞ്ഞതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി നമുക്ക് അവസാനിപ്പിക്കാം. ഓരോ കാലത്തും മശായിഖന്മാരാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ഓരോ സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ശൈഖുന വളരെ ശക്തമായി പറഞ്ഞ വിഷയം മഹാനരായ ശംസുൽ ഉലമ ഇക്കെ ഉസ്താദുമായി ബന്ധപ്പെട്ട കാര്യം. ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിൻ്റെ ഫൈനൽ പ്രധാനപ്പെട്ട അവർ നടത്തിയ ഒരു പരിപാടിയിൽ വെച്ച് പറയുകയും അത് ലോകമൊക്കെ കേൾക്കുകയും ചെയ്തു. ഇന്നലെ വേറൊരു സംഭവം അതിലുണ്ടായിരുന്നു. ഇവർ ജന്മദിനം കഴിക്കുന്നു, സമസ്തയുടെ സ്ഥാപക ദിനം കോഴിക്കോട്ട് വെച്ച് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൽപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് അത് ലൈവ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഇപ്പം ലൈവ് കൊടുക്കല്ലോ ഒറ്റതിനും. ലൈവ് അധികവും മുക്കലാണ്. കാരണം നമ്മളുണ്ട് എന്ന് എഴുതിയിട്ട് ലൈവ് തന്നെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു സംഘം എത്തിയെങ്കിൽ അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതിൽ ചില പ്രധാന കാര്യങ്ങളൊക്കെ പറയാണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈവില്ല, പിന്നീട് വിടും എന്നൊക്കെയാണ് പറഞ്ഞത്. സത്യത്തിൽ അതിൽ കിട്ടേണ്ട സംഗതി ആകെ ഈ കരച്ചിലാണ് ഇന്നത്തെ. അതുപോലെ എല്ലാ ചാനലിലും കൊടുത്തും ചെയ്തു. അതാണ് ഉണ്ടായത്. അതിന് കേൾക്കാൻ ആരും ബാക്കിയില്ലായിരുന്നു. അതാണ് ഈ ഒരവസ്ഥ. ഇവര് വേണ്ടാന്ന് വിചാരിക്കും, മശായിഖ് അതിനെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് കരുതിയാൽ ഓല് തന്നെ അത് മറ്റല്ല. ഇപ്പം പിന്നെ പറയാത്ത കേൾക്കാത്ത ചാനലുകളേതാ? എല്ലാ ചാനലും ആ കരച്ചിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതാണ് നമുക്ക് കിട്ടേണ്ടത്. അതങ്ങനെ തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഓരോന്നും നിങ്ങളെന്ത് ചെയ്യണം എന്നതുപോലും മശായിഖന്മാരാണ് ഇവിടെ തീരുമാനിക്കുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട, ശൈഖുന പ്രത്യേകം പറഞ്ഞ മഹാനരായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആ ഒരു സംഭവത്തെക്കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ സദസ്സ് ഒന്നിരായ ശൈഖുനയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സന്തോഷം ഈ രാത്രിയിൽ ഈ മഹത്തായ ഖുബ്ബയിൽ ഇരിക്കുമ്പോൾ അത് അല്ലാഹു എന്നും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ശൈഖുന എപ്പോഴും പറയാറുണ്ട്, എന്തായാലും ഒരു കൂട്ടർ മദ്ഹ് പറയും, ഒരു കൂട്ടർ എതിരും പറയും. ഇപ്പോൾ മടവൂർ ശൈഖുനായുടെ വിഷയം വരുമ്പോൾ അതാണല്ലോ ഉണ്ടാകുന്നത്. ഒരു കൂട്ടർ എന്തായാലും മദ്ഹ് പറയും, വേറൊരു കൂട്ടർ അധികം ആളുകൾ എതിരും പറയും. ഇതേപോലെ തന്നെയാണ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരെ കാര്യം വരുമ്പോൾ അധികം ആളുകൾ എതിര് പറയും, വളരെ കുറഞ്ഞ ആളുകൾ അവരുടെ മദ്ഹും നന്മയൊക്കെ പറയും. അപ്പം നമുക്ക് അല്ലാഹു തആല നമ്മുടെ മശായിഖിൻ്റെ ശൈഖുനയുടെ വസീലയിൽ അവരുടെ മദ്ഹ് പറയാനും അവരിലായി ജീവിക്കാനും ലയിക്കാനും പാണാനും ഇതിനൊക്കെ ഒരവസരവും ഒരു തൗഫീക്കും തന്നതിൽ നമ്മളൊന്നും നന്ദിയുള്ളവരാകണം. മശായിഖന്മാരെ ജിറകിൻ്റെ ചോട്ടിൽ, അവരുടെ സംരക്ഷണത്തിൽ, അവരുടെ കരങ്ങളിൽ അല്ലാഹു നമുക്കെന്നും ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. അതാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ രാത്രി, ഇന്നത്തെ പകലും ഇന്നലെ രാത്രിയൊക്കെയായി എത്ര ഉസ്താദുമാരാണ് വിളിച്ചത്, ഏതെല്ലാം മശായിഖന്മാരെ ആളുകളാണ് വിളിച്ചത്. ഈ ചങ്ങാതിയുടെ ഈ പുസ്തകവും കണ്ടിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞ AP വിഭാഗത്തിൽപ്പെട്ട ഉസ്താദുമാരുണ്ട്. ഒരുപാട്. ഒന്നും ചെയ്യാൻ കഴിയില്ല ഉസ്താദെ,
നിങ്ങൾ പറയ്, നിങ്ങൾക്ക് വേണ്ടി ദ്വാരന്ന് തരാ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ മശായിഖന്മാർ, വന്ദനായ ശൈഖുന അസ്ഹാബുൽ വക്തുകളായ ഞങ്ങളുടെ മശായിഖുമാർ, അവർ തരുന്ന കരുത്തിലാണ് ആരെയും ഭയപ്പെടാതെ ആ കാര്യം പറയാൻ കഴിയുന്നത് എന്ന് അവരോടൊക്കെ നമ്മൾ പറഞ്ഞു. ഒരുപാട് ആളുകൾ മനസ്സുകൊണ്ട് കരഞ്ഞു. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ മാറി എന്നത് എത്ര സങ്കടകരമാണ്. അഹ്ലുബൈത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടുത്തെ എല്ലാ ആളുകളും ഈ അഹ്ലുബൈത്തിന് മഹത്വം നൽകിയത് ആരാണ് എന്ന് ആദ്യം പഠിക്കണം. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അഹ്ലുബൈത്ത് എന്ന് പറയുമ്പോൾ അതൊക്കെ മശായിഖന്മാരിൽ നിന്ന് കേട്ട് നമ്മൾ പലപ്പോഴും അതിൻ്റെ ഇബാറത്തൊക്കെ വായിച്ചിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അഹ്ലുബൈത്ത് എന്ന് പറയുന്നതിൽ ആദ്യം വരുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായി, അവിടുത്തെ നായിബായി, ഓരോ കാലത്തും അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കുന്ന ഏറ്റവും കാമിലീങ്ങളായ മശായിഖന്മാരാണ് അഹ്ലുബൈത്തിൽ ഏറ്റവും ആദ്യം വരുന്നത് എന്നും അവരാണ് ഏറ്റവും വലിയ അഹ്ലുബൈത്ത് എന്നും ഇമാമിങ്ങളൊക്കെ പറഞ്ഞു. ഇമാം ഇസ്മായിലുൽ ഹഖി തങ്ങളുടെ റൂഹുൽ ബയാൻ അടക്കമുള്ള കിതാബുകളിലൊക്കെ, അതുപോലെ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളുടെ കിതാബുകളിലൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മടവൂര് ശൈഖുന ഷെയ്ഖുൽ മശായിഖ് തങ്ങൾ അഹ്ലുബൈത്താണ്. അതുപോലെയുള്ള ഓരോ മഹാന്മാരും അവരൊക്കെയാണ് അഹ്ലുബൈത്ത് എന്നല്ല, അഹ്ലുബൈത്തിനെ അഹ്ലുബൈത്താക്കാനും അഹ്ലുബൈത്തിൽ പെട്ടവരല്ല എന്ന് പ്രഖ്യാപിക്കാനും ഒക്കെ അധികാരമുള്ളവരാണ് അവർ. എന്നാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷമായി അഹ്ലുബൈത്തായി ഇവിടെ നിലനിർത്തിയത് ആരെയാണ്? അത് മഹദിയായ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻ, അവരുടെ പരമ്പരയിലൂടെ വരുന്ന മക്കളെ. ഹദീസിൽ കാണാം, ഉമ്മു സലമ ബീവി പറയുന്നുണ്ട്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജല്ലല അലിയൻ വഹസനൻ വഹുസൈനൻ വഫാത്തിമത കിസാഅൻ ثم قال اللهم هؤلاء أهل بيتي വഹാമ്മതി സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ അഹ്ലുബൈത്ത് ആക്കുകയാണ്. അലിയാരൊക്കെ അഹ്ലുബൈത്ത് ആക്കിയതാണല്ലോ. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുബൈത്ത് ആക്കിയവരാണ് അഹ്ലുബൈത്ത്. അല്ലാതെ അലിയാർ അവിടുത്തെ അങ്ങനെ പാരമ്പര്യമായി അഹ്ലുബൈത്തായി പോകുന്നതൊന്നല്ല. അപ്പോൾ ഒരു പ്രത്യേകമായ പുതപ്പ്, ആ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി തങ്ങൾ അതിലേക്ക് കടത്തുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ, ഹുസൈൻ എന്നവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ അതിലേക്ക് പ്രവേശിപ്പിച്ച് ആ പുതപ്പിന്റെ ചോട്ടിൽ ആരുണ്ട്? ത്വഹ റസൂലുള്ളാഹ് എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈതി വഹമ്മതി. അള്ളാഹനെ വിളിച്ച് പ്രത്യേകം, അതാണല്ലോ ഒരു കാര്യത്തിന്റെ പ്രഖ്യാപനം, അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് നടത്തുകയാണ്. ഇതെന്റെ അഹ്ലു ബൈത്താണ്. വഹാസതി വഹമ്മതി, വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ കാണാം, ഇവരെന്റെ പ്രത്യേകക്കാരായ ആളുകളാണ്. അതാണ് അഹ്ലുൽ അബാ. അബാ എന്ന് പറഞ്ഞാൽ ആ പുതപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ആ പുതപ്പിന്റെ ചോട്ടിൽ പ്രത്യേകമായി മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിപ്പിച്ച് എന്റെ അഹ്ലു ബൈത്താണ് എന്ന് പ്രഖ്യാപിച്ചവർ. അതാണ് ലീ ഖംസതുൻ നുത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹത്തിമ അൽ മുസ്തഫ വൽ മുർത്തള വബ്നഹുമാ വൽ ഫാത്തിമ. എല്ലാവരും ഒന്ന് ചൊല്ലിക്കോളി. നുത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹത്തിമ വൽ മുർത്തള വബ്നഹുമാ വൽ ഫാത്തിമ. ഈ ബൈത്തും ഹുസൈനാര സംഭവങ്ങളൊക്കെ ഇവരിങ്ങനെ ഊതിക്കെടുത്താൻ വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് കാലഘട്ടത്തിന്റെ മുഹീദ്ദീനായി വന്ദ്യനായ ശൈഖുന കടന്നു വരുന്നത്. അതിവിടെ ഹയാത്താക്കുക തന്നെ ചെയ്യും. ഹയാത്താക്കി കഴിഞ്ഞല്ലോ അതവര്. അതല്ലേ നമ്മളിവിടെ കാണുന്നത്. ഈ ബൈത്ത് ചൊല്ലണ്ടെന്ന് പറഞ്ഞിട്ട് ഓലടി തന്നെ പ്രശ്നമായി, ചൊല്ലണം തന്നെ പറയേണ്ട കാര്യങ്ങളുണ്ടായി. ആ പറഞ്ഞ ഞങ്ങൾക്ക് 5 ആളുകളുണ്ട്, അവരുണ്ടാകുമ്പോൾ ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഏത് വിഷയത്തിലും അവരുണ്ട് കാവലിന്.
ആരൊക്കെയാണത്? അൽ മുസ്തഫ അല്ലെ, ഒന്ന് മുസ്തഫായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വൽ മുർത്തള സയ്യിദുനാ അലി റളിയല്ലാഹു അൻ മൗലാ അലി. അലിയാരുടെ മഹത്വം പറഞ്ഞാൽ ഷിയയാകുമെന്ന് ഈ കേരളത്തിൽ ഏതോ 4 വഹാബി പ്രചരിപ്പിച്ചപ്പോ ആ വഹാബിക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് അലിയാരെക്കുറിച്ച് പറയണ്ടെന്ന് തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തെ തിരുത്തിയവരാണ് നമ്മുടെ മശായിഖ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് ഇന്നിപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് നമുക്ക് പറയാൻ നമുക്കാരെയും ഭയപ്പെടേണ്ടതില്ല. അപ്പൊ സയ്യിദുനാ അലി വബ്നാഹുമാ, അതാണ് സയ്യിദുനാ ഹസൻ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻ വൽ ഫാത്തിമ, അവർക്ക് ഉമ്മയായി അലിയാർക്ക് പ്രിയപ്പെട്ട ഭാര്യയായി ഹബീബായ മുത്തു റസൂൽ ഫാത്തിമത്തു ഖിത്അത്തു കബ്ദി, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എൻ്റെ ഫാത്തിമ എന്ന് പറഞ്ഞ സയ്യിദത്തുനാ ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇവർ 5 ആളുകളാണ് ഹബീബായ തങ്ങളടക്കം സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുൽ അബാ ആ ബൈത്ത് ചെല്ലുമ്പോൾ ഇവർ ചോദിക്കുക, അതിലൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അതിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്. അഹ്ലുൽ അബാ എന്ന് പറഞ്ഞാൽ പാടുന്ന തന്നെ ഈ പുതപ്പിന്റെ പിന്നിൽ പ്രത്യേക ആക്കിയവരെയാണ് നമ്മൾ ചൊല്ലുന്നത്. അപ്പൊ അതിലുള്ളവരല്ലേ പാടുള്ളൂ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹത്വം പറയുന്നിടത്ത് നമ്മളത് പറയും. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മഹത്വം പറയുന്നിടത്ത് അത് പറയും. ഇവിടെ നമ്മൾ പറയുന്നത് അഹ്ലുബൈത്തിനെയാണ്. അവരെക്കുറിച്ച് പറഞ്ഞിടത്താണ് അവർ നമ്മുടെ പ്രത്യേകക്കാരാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ വേറെ ഒന്നുകൂടി ഉണ്ട്. ശൈഖുന എന്ന് പറഞ്ഞല്ലോ, നിഫാഖ് മുനാഫിക്കാന്ന് പ്രകടമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഹുസൈനാരെ കുറിച്ച് പറയാൻ, അലിയാരെ കുറിച്ച് പറയാൻ മടി കാണുന്നുണ്ടോ, അത് നിഫാഖിന്റെ അടയാളാണ് എന്നത് ഇന്ന് പറയാൻ തുടങ്ങിയതല്ല. മഹാനരായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് നോക്കൂ. അബൂ സഈദിനിൽ ഖുദരി തങ്ങൾ പറയുന്നുണ്ട്, മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഖൽബിൽ ഈമാൻ ഇല്ലാത്ത ആളാണല്ലോ. അത് നമുക്ക് നേരെ എല്ലാവർക്കും കാണാൻ കഴിയൂല. പക്ഷേ സ്വഹാബി പറയാ, ഇന്നാ കുന്നാ നഅരിഫു മുനാഫിഖിൽ അൻസ്വാർ ബിബുഗ്ളിഹിം അലിയ. ഞങ്ങളെ കൂട്ടത്തിലുള്ള മുനാഫിക്കുകളെ അറിഞ്ഞിരുന്നത് അലിയാരെ കുറിച്ച് ഞങ്ങൾ പറയും. അലിയാരെ മദ്ഹ് ഇങ്ങനെ ഒരാളെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കും, നെറ്റി ചുളിയുന്നുണ്ടോ, ഓനതൊരു പ്രയാസമായി തോന്നുന്നുണ്ടോ, അപ്പ ഞങ്ങൾ ഉറപ്പിക്കും ഓ മുനാഫിക്കാണ്. അലിയാരോടുള്ള വെറുപ്പാണ് നിഫാഖിന്റെ അടയാളമെന്ന് മഹാന്മാരായ സ്വഹാബികൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്ന് അബൂ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതാണ് അതിന്റെ പാരമ്പര്യത്തിൽ കണ്ടില്ലേ, അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞു. ആരാണ്? ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻ. അതുപോലെയുള്ള മഹാന്മാരായ അഹ്ലുബൈത്തിനെ ആരാക്ഷേപിക്കുന്നുവോ അവൻ മുനാഫിക്കാണെന്നുള്ള പ്രഖ്യാപനം അത് സ്വഹാബത്തിന്റെ കാലം തൊട്ട് ഇവിടെ നടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹുസൈനാരെ മദ്ഹ് പറയുമ്പോൾ അത് വൈകാരികമായി പോകും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന യസീദിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകും. ഹബീബായ തങ്ങളുടെ ഇവൻ ചോദിക്കുകയാണ്, ഈ പുസ്തകമൊക്കെ വായിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അപകടമാണ്. ഇത് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നൊരു നിയ്യത്തില്ലായിരുന്നെങ്കിൽ ഈ സാധനം കയ്യിൽ പിടിക്കാൻ പറ്റൂല. അത്രയും മാരക വിഷമുള്ള സാധനം അതൊക്കെ എവിടുന്നെങ്കിലും പുറത്തിറക്കിയതല്ല. ഇത് AP വിഭാഗത്തിന്റെ വലിയ സ്ഥാപനമല്ലേ മഅ്ദിൻ, അവരാണ് ഇതിന്റെ പബ്ലിഷിംഗ് എന്നതാണ് ഏറ്റവും വലിയ സംഭവം. വേറെ ആരെങ്കിലും അല്ല. അതിന്റെ ഹെഡ് ഒരു തങ്ങളാന്നാ വാദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു തങ്ങളാണെന്ന് പറയപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെ ഈ കാര്യം ചെയ്യാൻ കഴിയുക? പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മഅ്ദിൻ അക്കാഡമി എന്നാണ് ഓലാണ് ഈ ബുക്ക് പുറത്തിറക്കുന്നത്. എന്നിട്ട് ഓരോന്നും എന്താണോ അഹ്ലുബൈത്തിനെ കുറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം, അതിനെതിരായ കാര്യങ്ങൾ മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ വാക്ക് നോക്കൂ നിങ്ങൾ, ആരാണ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു? ഇത് നമുക്ക് കൂടുതൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. മഅൽ ക്ലിപ്പ് അത് പിന്നാക്കാം, അത് ഞാൻ വരുന്നുണ്ട്. ഇപ്പോ ഈ പറഞ്ഞ ചില വാചകങ്ങൾ മാത്രം
വ്യക്തമായി പറഞ്ഞതിൻ്റെ അതിശക്തമായ ലംഘനങ്ങൾ നോക്കൂ നിങ്ങൾ. ഇതിൽ നമ്മളൊക്കെ കരയിപ്പിച്ചൊരു ഭാഗമുണ്ട്. ഇതിൻ്റെ 226 പേജ് വല്ലാത്തൊരു എഴുത്തായി പോയി. മഹാനരായ സയ്യിദുന ഹുസൈൻ ഇബ്നു അലി അവരെ കുറിച്ച് പറഞ്ഞ ആ ഒരു വാചകം ഒരുപാട് ആശിഖീങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞു. ഉസ്താദെ, അത് കേട്ട് കരഞ്ഞ് ഉറക്കം വരാത്ത ദിവസമായിരുന്നു ഇന്നലെ. അങ്ങനെ ഒരാൾ എഴുതുമോ, അതും ഒരു സുന്നിൻ്റെ പേരിൽ? അതാണ് ഏറ്റവും വലിയ സങ്കടം. അതിൽ എഴുതിയ കാര്യം നോക്കുങ്ങൾ. ഇങ്ങനെ എഴുതുക, ഇബ്നു സിയാദും ഉമവി ഭരണകൂടവും വിമർശന വിധേയരാണെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹു നടത്തിയ നീക്കത്തിനെതിരെ എടുത്ത നടപടികളുടെ പേരിൽ ഉമവി ഭരണാധികാരികളെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കാൻ നിർവാഹമില്ല. ഓനെ ആക്ഷേപിക്കാൻ പറ്റൂല എന്നാ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? നിലവിൽ ഒരു ഖലീഫ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന് കീഴിലുള്ള ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഒരു രാഷ്ട്രത്തിനുള്ളിൽ മറ്റൊരു രാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അതിന് മുതിരുന്നവരെ കൊന്നുകളയുക എന്നതാണ് തിരുനബിയുടെ അധ്യാപനം. എന്താ പോകാൻ പറഞ്ഞു വെച്ചത്? എന്താണ് ആ വാചകത്തിന്റെ ആകത്തുക? സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് മദീനയിൽ നിന്ന് കൂഫയിലേക്ക്, കർബലയിലേക്ക് യാത്ര ചെയ്തത് ഒരു രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ഇയാൾ പറയാണ്, ഇയാൾ പറഞ്ഞ ഭാഷ ഞാൻ എടുത്തുദ്ധരിക്കുകയാണ്. എന്തിനാണ് ഹുസൈനാര് പോയത് എന്ന് അവര് വായിച്ച കിതാബിന്റെ താഴെ തന്നെയുണ്ട്. അവരിതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വായിച്ച കിതാബ് ഏതാണോ ആ കിതാബിന്റെ താഴെ തന്നെ എന്തിന് ഹുസൈനാര് പുറപ്പെട്ടു? പലരും ഇന്ന് എന്നോട് ചോദിച്ചു, ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ? കള്ളനാണ് അയാളും ആ കിതാബുമായി ബന്ധമില്ല. അയാൾ വായിച്ച കിതാബ് തന്നെ നമുക്ക് സ്വീകാര്യമല്ല. എങ്കിൽ തന്നെയും അക്കിതാബിൽ തന്നെ എടുത്തുദ്ധരിച്ചതിന് നേരെ വിപരീതമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. പറഞ്ഞു വന്നത്, ഹുസൈനാര് കൂഫയിലേക്ക് പോയപ്പോ, കർബലയിലേക്ക് പോയപ്പോ ഹുസൈനാരെ കൊല്ലേണ്ടത് തന്നെയായിരുന്നു. കൊല്ലണമെന്ന അധ്യാപനം ഉണ്ടായത് കൊണ്ടാണ് കൊന്നത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഒരു കാര്യമാണ് മുആവിയ എന്നവരുടെ മകൻ യസീദിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ചെയ്തത് എന്ന് വളരെ പച്ചയായി ലോകത്തിന്ന് വരെ ഒരാളും ആ മഹത്തായ ഷഹാദത്തിനെ കുറിച്ച് പറയാത്ത വാചകം ഇതിൽ എഴുതി പിടിപ്പിച്ചു എന്നതല്ലേ ഏറ്റവും വലിയ ഗൗരവം. മഹാനരായ സയ്യിദുനാ ഹുസൈൻ അവരെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അത് കൊല്ലേണ്ടത് തന്നെയാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്നിട്ട് ഇതിന്റെ അപ്പുറത്തെ പേജിൽ പറയുന്നു, ഹുസൈനാര് പോയപ്പോ പലരും വന്നു പറഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞപ്പോ അതൊന്നും കേൾക്കാതെ പോയതിന്റെ ഫലമാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പണ്ട് പ്രയോഗിച്ച ആ പ്രയോഗത്തെ ന്യായീകരിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. മിസ്വർ ഇബ്നു മഖ്റമ നേരിട്ട് ഹുസൈൻ്റെ അടുത്തേക്ക്, അവിടൊക്കെ ഹുസൈൻ എന്നാണ് അധികവും പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് പറയാ പോകാൻ സാധിക്കാത്തതിനാൽ ഭൃത്യന്റെ കയ്യിൽ വിശദമായി എഴുതിയ കത്ത് കൊടുത്തയച്ചു. അതിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെ: ഇറാഖ് ലക്ഷ്യം വെച്ചുള്ള യാത്ര ആത്മഹത്യാപരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആര് പറഞ്ഞു എന്ന്? മിസ്വർ ഇബ്നു മഖ്റമ എന്ന അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആള് ഹുസൈനാർക്ക് കത്തെഴുതി, എന്ത്, നിങ്ങൾ പോകാൻ പാടില്ല, പോയാൽ അത് ആത്മഹത്യാപരമാണ് എന്ന് കത്തയച്ചു എന്ന്. കിതാബിന്റെ പേരിൽ കള്ളം, മിസ്വർ ഇബ്നു മഖ്റമയുടെ പേരിൽ കള്ളം. ഈ കള്ളത്തരം പറയുന്നത് എന്തിനാ? ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ. എന്നിട്ട് പ്രത്യേകമായി ഇതിൽ അധ്യായം യസീദിന്റെ നന്മകൾ എന്ന പേരിൽ 2 അധ്യായങ്ങൾ. ഈ പുസ്തകത്തിൽ എവിടെയും മഹാനരായ ഹുസൈനാരെ സംബന്ധിച്ച് ഷഹീദായി എന്ന ഒരു വാക്കുപോലുമില്ല. അത് പറയേണ്ടതല്ല എന്നാണ് അത്ര ഇവരുടെ വാദം. ഇന്ന് നമ്മൾ അതിന്റെ പിന്നാലെ പോയി നോക്കി, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഇത് വെറും ഏതെങ്കിലും ഒരു പൈസ എഴുതിയതല്ല. ഇത് ഇവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം. ഇതിന്റെ പിന്നിലെ ചാലക ശക്തി നമ്മൾ ആലോചിച്ച് ചെന്നപ്പോ
എത്തിപ്പെട്ടത്. നേരത്തെ ശൈഖുന പറഞ്ഞില്ലേ, യാ ഹുസൈൻ എന്ന് വിളിക്കുന്ന ചിലരുണ്ട്, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്ന സാക്ഷാൽ നിഴൽവാദിയായ മുസ്ലിയാരാണ് ഈ പുസ്തകവും എഴുതാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നൽകി ഇറക്കുന്നത്. അതിനുള്ള എല്ലാ സഹായം നൽകുന്നത് നമ്മളെ ബിസിനസ്മാനും. ഇതൊക്കെ കറക്ക് കമ്പനി ഒന്നാണ്. കാരണം അവരാരെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞു? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ മുത്തു റസൂലിനെ സംബന്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞു, കുഴഞ്ഞ വാപ്പയെ പോലെ എന്ന്. അവർ പിന്നെ അവിടുത്തെ പേരക്കുട്ടിയായ ഹുസൈൻ ഇബ്നു അലി കണ്ടില്ലേ നിങ്ങൾ? ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു? അവരെക്കുറിച്ച് വന്ന ഹദീസിന്റെ പരാമർശങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് നമ്മൾ അതിശക്തമായ ഭാഷയിൽ ഈ സമയത്താണത് പറയേണ്ടത്? ശൈഖുന പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടി എടുത്തുദ്ധരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ അഹ്ലുബൈത്തിന്റെ ആളുകളാണ്, അഹ്ലുബൈത്തുമായി ബന്ധപ്പെട്ട കാര്യം പറയാനാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള കടുത്ത പരാമർശങ്ങൾ അഹ്ലുബൈത്തിനെതിരെയും അവരുടെ കാരണവരായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരെ എഴുതി പിടിപ്പിച്ച് പുറത്തിറക്കിയിട്ട് എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു വാക്ക് പറയാൻ? ഇപ്പം ആർക്കും പറയാൻ പത്രസമ്മേളനം വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ മൊബൈൽ ഓണാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വോയിസ് എങ്കിലും ഇറക്കാലോ. എന്താ ധൈര്യമില്ലാത്തത്? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മശായിഖന്മാർ ഒരോർഡർ തന്നാൽ ഒരു മഖ്ലൂഖിനെയും പിന്നെ ഭയപ്പെടുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹുസൈനാരെ കുറിച്ച് ഇവിടെ പഠിപ്പിച്ചത് അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, ഹബീബായ തങ്ങൾ കാന യഖുദുൽ ഹുസൈന വൽ ഹസൻ വയഖൂൽ അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ ഫഅഹിബ്ബഹുമാ. മഹാനരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ വാരിയെടുക്കുകയാണ് ആര്? മുത്തു റസൂല്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു അള്ളാനോടാ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ഉഹിബ്ബുഹുമാ, ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവരെ രണ്ടുപേരെയും. ഫഅഹിബ്ബഹുമാ, നീയും അവരെ ഇഷ്ടപ്പെടണം. അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ, അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹ് ഇഷ്ടപ്പെട്ടു. അത് അള്ളാഹുവിന്റെ ഇഷ്ടം അവർക്കുണ്ട് എന്ന് ലോകത്തിന് പഠിപ്പിക്കുകയാണ് ആര്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര ഹദീസ് ഇനി വേറെ നോക്കിക്കോളൂട്ടോ, ഇമാം തുർമുദിയുടെ റിപ്പോർട്ട്. ഇതൊക്കെ നമ്മുടെ അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ശാഫിഈ ഫിഖ്ഹിലെ ഏറ്റവും വലിയ മഹാനല്ലേ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി, നമ്പറിട്ട് അസ്സവായിഖുൽ മുഹരിഖ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഹുസൈനാരെ മദ്ഹ് എത്രയാ പറഞ്ഞത്? ഹസൻ റളിയല്ലാഹുവിന്റെ മദ്ഹ്. അവർക്കൊന്നും ഇവിടെ ശിയയാവുന്നുള്ള പേടിയില്ലല്ലോ. ഇവർക്ക് നാലാക്ക് തേടുന്ന വന്നത് അസുഖം വേറെയാണ്. അതാ പറഞ്ഞു കേട്ടോളൂ. ഹബീബായ തങ്ങൾ വരാണ് അഖദ ബിയദി ഹസൻ വ ഹുസൈൻ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹുവിന്റെ കൈ പിടിക്കുകയാണ്. വ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൈ പിടിക്കുകയാണ്. ഫഖാൽ, എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മൻ അഹബ്ബനി വ അഹബ്ബ ഹാദൈനി വ അബാഹുമാ വ ഉമ്മഹുമാ കാന മഈ ഫീ ദറജതി യൗമൽ ഖിയാമ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ ഹബീബായ തങ്ങൾ പറഞ്ഞ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരി, നിങ്ങൾ കിതാബിൽ നിന്ന് ഉദ്ധരിക്കി. നിങ്ങൾ ഇമാം തുർമുദിയുടെ സുനൻ സിഹാഉ സിത്തയിലില്ലേ അത്? ഹബീബായ തങ്ങൾ ഹസൻ ഹുസൈൻ അവരെ കൈപിടിച്ചുകൊണ്ട് പറയുന്ന വാക്ക് മൻ അഹബ്ബനി, എന്നെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ, വ അഹബ്ബ ഹാദൈനി, രണ്ടാളെ കൈ പിടിച്ചിട്ടുണ്ടല്ലോ. ആരെ കയ്യാ പിടിച്ചത്? സയ്യിദുനാ ഹുസൈൻ, സയ്യിദുനാ ഹസൻ. അവരെ രണ്ടുപേരെയും കൈ പിടിച്ചുകൊണ്ട് പറയാണ്, ഇവരെ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടാൽ, വ അബാഹുമാ, ഇവരെ രണ്ടുപേരുടെയും പിതാവിനെ, അതാണ് ആര്? സയ്യിദുനാ അലി. വ ഉമ്മഹുമാ, അവരുടെ ഉമ്മയെ, അതാണ് ആര്? ബീവി ഫാത്തിമത്തു സഹ്റ. അവരെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ കാന മഈ, അവൻ എൻ്റെ കൂടെയാണ്. ഫീ ദറജതി, എൻ്റെ ആ സുഹബത്തിൽ, എൻ്റെ ആ മുറാഫഖത്തിൽ, ഫിൽ ജന്ന, സ്വർഗത്തിൽ. സ്വർഗത്തിലാണ് എന്നല്ല പറയുന്നത്, സ്വർഗത്തിൽ ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് അവരെ സ്നേഹിച്ചവരുള്ളതെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി മുഴുവൻ, ഇതൊന്നും രണ്ട് ഹദീസൊന്നുമല്ല, എത്ര പറഞ്ഞു അവിടുന്ന്. ഹുസൈനും മിന്നീ വഅന മിൻ ഹുസൈൻ സദഖ റസൂലുള്ളാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈനും മിന്നീ വഅന മിൻ ഹുസൈൻ. നമുക്ക് അതിൻ്റെ അർത്ഥം തന്നെ പറയാൻ പേടിയാകുന്നുണ്ട്. കാരണം അത് വ്യക്തതയിൽ ഒരിക്കൽ ശൈഖുനാ ഹദീസ് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം ഞാൻ പിന്നീട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് അത്രയും വലിയ, നമ്മൾ നേരങ്ങ് അർത്ഥം പറയും, ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നുമാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് മശായിഖിൽ നിന്ന് തന്നെ കേൾക്കണമെന്നിട്ട് പറയാണ്, അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈന. ഇമാം തുർമുദിയുടെ റിപ്പോർട്ട്, അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈന. ഇതൊക്കെ ശിയാക്കൾക്ക് തീരെ എഴുതി കൊടുക്കാനാ വിചാരം. ഒരാൾ ഹുസൈനാരെ ഇഷ്ടപ്പെട്ടാൽ അഹബ്ബല്ലാഹു, അല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മൻ ഒരുത്തനെ. എങ്ങനെയുള്ള ഒരുത്തൻ? അഹബ്ബ ഹുസൈന, അവരാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്? സയ്യിദുനാ ഹുസൈൻ. ഹുസൈനാരെ ആ പുണ്യമുഖത്ത് എത്രയാണ് അവിടുന്ന് ചുംബനമർപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ ചുണ്ടിൽ, അവിടുത്തെ നാവിൽ. ചെറിയ മോനല്ലേ, ആ ചെറിയ മോനെ എത്ര ഇഷ്ടപ്പെട്ടു അവിടുന്ന്. അവിടുത്തെ പരിശുദ്ധമായ ചുണ്ട് തട്ടാത്ത സ്ഥലം, ആ പരിശുദ്ധമായ റൗസ് ഷരീഫിൽ എവിടെയാണുള്ളത്? ആ മുഖത്ത് എവിടെയാണുള്ളത്? അതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഇഷ്ടം കണ്ടിട്ടാണ് സ്വഹാബികളൊക്കെ ആരെ ഇഷ്ടപ്പെട്ടത്? ഹുസൈനാരെ ഇഷ്ടപ്പെട്ടത്, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടത്. അവരൊരാൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ മുനാഫിക്കാണെന്ന് തീർത്തു പറഞ്ഞത്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് അതിലൂടെ ഒരുപാട് ഹദീസ് ഉണ്ട്. അതിൽ നമുക്ക് ഈ കർബലയുടെ സംഭവം അതൊരു പ്രത്യേക ഘട്ടത്തിൽ വന്നതല്ല, അതൊരു വലിയ ഷഹാദത്തിന്റെ അന്ത്യമായിരുന്നു. ഇമാമിങ്ങൾ എഴുതി, പഴയ ആ ഒരു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഷഹാദത്ത് അത് ആരേറ്റുവാങ്ങിയതാണ്? സയ്യിദുനാ ഹുസൈൻ. അത് പ്രഖ്യാപിക്കുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ. ഉമ്മു സലമ ബി പറയാൻ, കാനൽ ഹസനു വൽ ഹുസൈനു റളിയല്ലാഹു അൻഹുമാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ആയിരുന്നു യൽഅബാനി ബൈന യദൈൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ കളിക്കുകയാണ്. ഫീ ബൈതി, എൻ്റെ റൂമിൽ. ആരാ പറയുന്നത്? അവിടുത്തെ ഭാര്യയായ സയ്യിദത്തുന ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം. എങ്ങനെ? ഉമ്മു സലമ ബിയുടെ റൂമിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര് വന്നു? ജിബ്രീൽ അലൈഹിസ്സലാം. ഫഖാൽ യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മതക തഖ്തുലു ഇബ്നക ഹാദാ മിൻ ബഅദിക്. ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ്. ഹുസൈനാർ അങ്ങനെ തോന്നിയതുപോലെ പോയതല്ല, ഈ എഴുതി വച്ചതുപോലെ. പിന്നെയോ കണ്ടില്ല നിങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഹബീബായ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തത് കൊണ്ടല്ല, അങ്ങനെയല്ലല്ലോ, അത് ഈ ഉമ്മത്തിന് പഠിപ്പിക്കുകയാണ്. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലേ, അഖ്ബിർനി അനിൽ ഈമാൻ, അഖ്ബിർനി അനിൽ ഇഹ്സാൻ എന്നൊക്കെ ചോദിച്ച പോലെ അത് ഹബീബായ തങ്ങളോട് പറയാണ്, അങ്ങയുടെ ഈ മകനെ കൊല്ലും. ആര് കൊല്ലും? ഇന്ന ഉമ്മതക, തങ്ങളുടെ ഉമ്മത്താണെന്ന് പറയപ്പെടുന്നവരാണ് ഈ മോനെ കൊല്ലുക. അവർ രണ്ടാളും അവിടെ ഉണ്ട്. ആരൊക്കെ രണ്ടാളുണ്ട്? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഫഔമഅ ബിയദിഹി ഇലൽ ഹുസൈൻ. ജിബ്രീൽ അലൈഹിസ്സലാം നേരെ ചൂണ്ടിക്കാണിച്ചു. ഈ മകനെ എന്ന് പറയുമ്പോൾ ഹുസൈനാരെയാണ് ഉദ്ദേശം. അപ്പൊ ഹുസൈനാരെ കൊല്ലും. ഫബകാ റസൂലുള്ളാഹ്, ഫബകാ റസൂലുള്ളാഹ്. ആ വാർത്ത ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോ ഹബീബായ തങ്ങൾ കരയുകയാണ്. വളമ്മഹു ഇലാ സ്വദിരിഹി, ഹുസൈനാരെ എടുത്ത് അവിടത്തെ പരിശുദ്ധമായ നെഞ്ചിലേക്ക് കൂട്ടിവെക്കുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കും. കർബല എന്ന ഇറാഖിലെ മണ്ണിൽ വെച്ചാണ് അങ്ങയുടെ ഈ മോനെ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ടു എന്ന് പറയുന്നവർ കൊല ചെയ്യുക. ആ മണ്ണ് അങ്ങേക്ക് ഞാൻ കൊണ്ടു തരട്ടെയോ എന്ന് ചോദിക്കുകയാണ്. ആ മണ്ണ് ഞാൻ എടുത്ത് അങ്ങേക്ക് എത്തിച്ചു തരട്ടെയോ? പറയുമ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമല്ലേ
കർബലയിലെ മണ്ണെടുത്തു കൊണ്ടുവന്നു ഹബീബായ തങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായി വീഴുന്ന മണ്ണാണിത്. ആ മണ്ണെടുത്ത് ഉമ്മു സലമ ബീവിയുടെ കരങ്ങളിലേക്ക് നീട്ടിയിട്ട് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, വദിഅതുൻ ഇൻദകി ഹാദിഹി തുർബ, ഉമ്മു സലമ ഈ മണ്ണ് ഒരു സൂക്ഷിപ്പ് സ്വത്തായി നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഫശമ്മഹാ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾ ആ മണ്ണിങ്ങനെ വാസനിച്ചു പറഞ്ഞു, വൈഹ കർബിം വബല, കർബ് ബല, വലിയ വിഷമം, വലിയ ബലാ, അതിൻ്റെ ആ ഒരു വാസനയാണല്ലോ ഇതിൽ നിന്ന് വരുന്നത്. ഉമ്മു സലമ ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. യാ ഉമ്മ സലമ ഇദാ തഹവ്വലത് ഹാദിഹി തുർബതു ദമൻ. ഇതൊക്കെ എത്ര ഏതെല്ലാം രൂപത്തിൽ പോകുന്ന സംഭവങ്ങളാണ്. അത് അതുപോലെ രേഖപ്പെടുന്നു. കണ്ടോളൂ നിങ്ങൾ. ആ മണ്ണ് ഒരു കുപ്പിയിൽ എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഉമ്മു സലമ ബിയോട് പറയാണ്, ഈ മണ്ണ് ഒരു ദിവസം രക്തമായി മാറും. രക്തമായി മാറുമ്പോ ഫഅലമി അന്നബിനി ഖദ് ഖുതില, രക്തമായി മാറുന്ന ദിവസം ഉമ്മു സലമ നീ അറിഞ്ഞോളണം, ആ ദിവസമാണ് എൻ്റെ പൊന്നോമന മകൻ ഹുസൈനാര് കൊല ചെയ്യപ്പെടുന്ന ദിവസമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹുസൈനാരുടെ പരിശുദ്ധമായ രക്തമിറ്റി വീഴുന്ന ആ മണ്ണ് ഉമ്മു സലമ ബീവി പറയുന്നുണ്ട്, ഞാനതൊരു കുപ്പിയിൽ എടുത്തു വെച്ചു. ثم جعلت تنظر إليها كل يوم, എല്ലാ ദിവസവും ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കും. ഇന്ന യൗമൻ തഹവ്വലീന ദമൻ ലയൗമുൻ അദീം, ഈ മണ്ണ് രക്തമായി മാറുമെന്നതിൽ തർക്കമില്ല. അതാര് പറഞ്ഞതാണ്? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മാറുന്ന ദിവസം അതൊരു വല്ലാത്ത ദിവസമായിരിക്കും. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് എന്നും ഞാനത് നോക്കാറുണ്ടെന്ന് സയ്യിദുനാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ പറയുകയാണ്. അത് തന്നെ പിന്നെ സംഭവിച്ചു. ഉമ്മു സലമ ബീവി ഇതിൻ്റെ തുടക്കത്തിലേ ഉള്ളതുകൊണ്ട് ബീവി അതിലിങ്ങനെ പോരുന്നുണ്ട്. ബീവിയുടെ വീട്ടിലാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം ഇത് സംസാരിക്കുന്നത്. പിന്നെ ആ ഷഹാദത്ത് നടക്കുന്ന ദിവസം ഉമ്മു സലമ ബീവിൻ്റെ അടുത്തേക്ക് പോയ സംഭവം തുർമുദിയിൽ കാണാം. സൽമ എന്നൊരു പെണ്ണ് പറയുന്നുണ്ട്, ദഖൽതു അലാ ഉമ്മി സലമ, ഞാൻ ഉമ്മു സലമ ബിയുടെ സമീപത്തേക്ക് ചെന്നു. ഒരു മുഹറം 10 ഹുസൈനാര് കൂഫയിലേക്ക് പുറപ്പെട്ട് അന്ന് അവിടുത്തെ ഷഹാദത്ത് നടക്കുന്ന ദിവസമാണ്. ഉമ്മു സലമയുടെ സമീപത്ത് ഞാൻ ചെന്നപ്പോ വഹിയ തബ്കീ, അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ യുബ്കീക്, എന്താണ് ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫഖാലത്ത് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅനി ഫിൽ മനാം, ഞാൻ ഹബീബായ തങ്ങളെ കണ്ടു. വഅലാ റഅസിഹി വലിഹ്യതിഹി അത്തുറാബ്, ഹബീബായ തങ്ങൾ ആ കുപ്പിയിൽ സൂക്ഷിക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് വഫാത്തായി. പിന്നെ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും അലിയാരും അവരൊക്കെ വഫാത്തായി. അതിനുശേഷമാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഉമ്മു സലമ ബീവി ആരെ കാണുകയാണ്? ഹബീബ് മുത്തു റസൂല്. കണ്ടിട്ട് ബീവി ഇങ്ങനെ നോക്കുമ്പോ അതാ അലാ റഅസിഹി വലിഹ്യതിഹി അത്തുറാബ്, സാധാരണ കാണുന്ന പോലെയല്ല കാഴ്ച. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ തലയിലും താടിയിലുമൊക്കെ മണ്ണുണ്ട്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്ത് പറ്റി? മാലക യാ റസൂലല്ലാഹ്, മാലക യാ റസൂലല്ലാഹ്, എന്തു പറ്റി ഹബീബായ തങ്ങളെ? ഷഹിദ്തു ഖത്ലൽ ഹുസൈനി ആനിഫ, തൊട്ടു മുമ്പ് ഹുസൈനാരുടെ ഷഹാദത്തിന് ഞാൻ സാക്ഷിയായി. ഉമ്മു സലമ, ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുപ്പിയിലുള്ള മണ്ണൊന്നെടുത്തു നോക്കി. അത് രക്തമായി മാറിയിട്ടുണ്ട്. ഞാനതിന് സാക്ഷിയാണെന്ന് സയ്യിദുനാ സയ്യിദത്തുനാ ബീവി ഉമ്മു സലമ. കൂടുതൽ പറയണ്ട, ഇത് വ്യക്തമായ ചിത്രം. ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ വരുന്ന സംഭവങ്ങളൊക്കെയും നേർക്ക് നേരെ ഹുസൈനാർക്ക് പഠിപ്പിച്ചു കൊടുത്ത്, ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോ നേരത്തെ പറഞ്ഞില്ലേ,
മുആവിയയുടെ മകൻ യസീദ്, ആ യസീദിനെ ഭരണാധിയാക്കുന്നത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രഗത്ഭരായ ഒരു സ്വഹാബിക്കും. മകൻ നല്ല ആളാന്ന് കരുതിയിട്ട് വാപ്പ ഏൽപ്പിച്ചു കൊടുത്തതാ. അപ്പയാണ് മുആവിയ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആരെ? യസീദിനെ. യസീദാണെങ്കിൽ അത്ര നീചനായ ഒരാൾ അക്കാലത്തില്ല. ആ ഭരണാധികാരിയാണെന്ന് കൂഫയുടെ ഭരണം. ആ ഭരണം നടക്കുന്ന കാലത്ത് ഹുസൈനാർ അങ്ങോട്ട് പോകണമെങ്കിൽ അതാര് പറഞ്ഞിട്ടേ പോകൂ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ഈ പുസ്തകം എഴുതിയ മൗലവിക്കും ഇവിടെ യസീദിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന എല്ലാവർക്കുമുള്ള മറുപടി. എന്തിനു ഹുസൈനാര് പോയി? പല സ്വഹാബികളും പോകുന്ന നേരത്ത് വരുന്നുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ വരുന്നുണ്ട്. അത് ഓല് വരുന്നത് ആ മഹബത്തിലാണ്. ഇപ്പൊ നമ്മളൊരു കൂട്ടുകാരൻ ഒരു ബലാ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, പോകണോ എന്ന് ചോദിക്കൂലേ? അത് അവരുടെ സ്നേഹത്തിന്റെ ഭാഗമായുള്ള ചോദ്യമാണ്. ആ ചോദ്യമാണ് മിസ്വർ ഇബ്നു മഖ്റമ കത്തെഴുതിയത്. ഇയ്യാക അൻ തഗ്തറ ബികുതുബി അഹ്ലിൽ ഇറാഖ്. ഹുസൈനാരെ, ഹുസൈൻ തങ്ങളെ, അങ്ങോട്ട് പോകുമ്പോ സൂക്ഷിക്കണേ, ഇറാഖിന്റെ ആളുകളാണ്, അവര് ചതിച്ചേക്കാം, അതുകൊണ്ട് അവരെ ചതിയെ സൂക്ഷിക്കണേ എന്നാണ് മിസ്വർ ഇബ്നു മഖ്റമ എന്ന ആള് കത്തെഴുതുന്നത്. അതിനാണ് ഈ ചങ്ങായി അർത്ഥം പറഞ്ഞ ആത്മഹത്യാപരമാണ് നിങ്ങളെ യാത്ര. അൻ തഗ്തറ ബികുതുബി അഹ്ലിൽ ഇറാഖിന് എന്ന ആത്മഹത്യ എന്ന് അർത്ഥം കിട്ടിയത്. ഇത് മറ്റേ ചങ്ങായി നമ്മളെ മുഷാവറംഗം വന്നായിരിക്കാ കിതാബിന് അർത്ഥം വെക്കുന്ന കോലാത്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് പറയാം. അത് അൽബിദായത്ത് വന്നിഹായിൽ നിന്ന് എടുത്തുദ്ധരിക്കുമ്പോ അതിങ്ങനെ വായിച്ചാൽ ഇങ്ങനെ പലരും കത്തെഴുതുന്നുണ്ട്. പലരും അബ്ദുല്ലാഹിബ്നു ജഅഫർ തങ്ങൾ കത്തെഴുതുന്നുണ്ട്. അബ്ബാസ് തങ്ങൾ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്. പലരും പോകണ്ട എന്ന് പറയുമ്പോ ഹുസൈനാരുടെ മറുപടി എന്തായിരുന്നു? ഹുസൈനാരുടെ മറുപടി എന്തായിരുന്നു? അതാ ഫകതബ ഇലൈഹിൽ ഹുസൈൻ. അതേ കിതാബിൽ അതിന്റെ നേരത്തായ പലരും കത്തെഴുതിയിട്ട് എന്താ കാര്യം? പലരും ഉപദേശിച്ചിട്ട് എന്താ കാര്യം? ഈ സാഹചര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് ഹുസൈനാർ തങ്ങൾ. കൂഫയുടെ ഭരണാധികാരിയാണ് യസീദ്. അവന്റെ ഗവർണറാണ് ഇബ്നു സിയാദ്, പട്ടാളക്കാരനാണ്, വലിയ പട്ടാളം അവനുണ്ട്. ഈ കൂഫയിലെ ആളുകൾ എന്താകും അതൊക്കെ ഒരു വശത്ത് അറിയുന്ന ആളാണ് സയ്യിദുനാ ഹുസൈൻ. പക്ഷേ അവര് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇന്നി റഅയ്തു റസൂലല്ലാഹ്. കണ്ടോ, ഞാൻ ഹബീബായ തങ്ങളെ കണ്ടു എന്നാണ് പറയുന്നത്. കൂഫയിലേക്ക് ഇറങ്ങുമ്പോ അഹ്ലുബൈത്തിലെ ഉമ്മമാരെയും പിഞ്ചുമക്കളെയും പിടിച്ച് മഹാനവറുകൾ കൂഫ ലക്ഷ്യമാക്കി പോകുമ്പോ പോകരുതെന്ന് പറയുന്നവരോട് കൊടുക്കുന്ന മറുപടി ഇന്നി റഅയ്തു റസൂലല്ലാഹ്. ഹബീബായ തങ്ങളെ ഞാൻ കണ്ടു. അമറനി ബി അംരിൻ, എന്നോടൊരു കാര്യം കൽപ്പിച്ചു. എന്നോടൊരു കാര്യം പ്രത്യേകമായി കൽപ്പിച്ചിട്ടുണ്ട്. വാന മാദില്ലഹു, ഞാനത് നടപ്പിലാക്കാൻ പോവാണ്. ആരുടെ നിർദ്ദേശം? ആരുടെ കൽപ്പന? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ചോദിച്ചു പലരും, എന്താ അങ്ങയോട് പറഞ്ഞത്? എന്തായിരിക്കും ആ വാക്ക്? വലസ്തു ബിമുഖ്ബിരിൻ ബിഹാ അഹദ. അതാരോടും എനിക്ക് പറയേണ്ടതില്ല, അതെന്നെ ഏൽപ്പിച്ച കാര്യമാണ്. ഹത്താ ഉലാഖിയ അമലി, ഈ ഞാൻ ഉദ്ദേശിച്ച ഈ അമല്, എൻ്റെ ഈ പ്രവർത്തനം അത് പൂർത്തിയാക്കി കാണേണ്ടതൊക്കെ ഞാൻ കണ്ടുമുട്ടുന്നത് വരെ അത് ഞാൻ ആരോടും പറയില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം അത് എന്നോട് പ്രൈവറ്റായി പറഞ്ഞതാണ്. ചുരുക്കത്തിൽ ഈ യാത്ര ആരെ നിർദ്ദേശത്തിലാണ്? നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. അവിടുത്തെ നിർദ്ദേശത്തിലായിരുന്നു ആ യാത്ര എന്ന് ഈ കിതാബിൽ നിന്ന് നിങ്ങൾ എടുത്തുദ്ധരിച്ച വാക്കിന്റെ നേരത്തായ ഉണ്ടായിട്ട് യാ ഹബീബിന്റെ നിർദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടി കൂഫയിലേക്ക് യാത്രയാകുമ്പോൾ ആ യാത്രയെ പിന്നെ ആത്മഹത്യ എന്ന് പറയണമെങ്കിൽ ഈ പഹയൻ, ഈ ഹംഖ് എന്ന് ശൈഖുന നേരത്തെ പറഞ്ഞില്ലേ, ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? നേരെ ചോട്ടിലൊന്ന് നോക്കിക്കൂടെ? ഇവിടെ എന്ത് ഭരണം? ആരുടെ ഭരണം? യസീദിന്റെ ഭരണം സ്വഹാബ അംഗീകരിക്കുന്നില്ല. യസീദിന്റെ ഭരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നില്ല. അവിടെ അങ്ങനെ ഒരു ഭരണമില്ല. ഭരണം അല്ല അവിടുത്തെ പ്രശ്നം, അവിടെ നിർദ്ദേശത്തെ പാലിക്കലാണ്. ആരുടെ നിർദ്ദേശം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് അതിന്റെ പോയിന്റ്. ഈ ബുക്കിൽ നിങ്ങൾ മുഴുവൻ എഴുതിക്കുട്ടിയില്ലേ?
ഒരൊറ്റ വാക്ക് മതി, റഅയ്തു റസൂലല്ലാഹ് വഅമറനീ ബിഅംരിൻ, എന്നോടൊരു സ്പെഷ്യൽ കൽപ്പന ഇപ്പോൾ ഹബീബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ യാത്ര. ആ യാത്ര നിങ്ങൾ ആരും പറഞ്ഞതുകൊണ്ട് നിർത്തൂല. എന്നോട് കൽപ്പിക്കേണ്ടതുപോലെ കൽപ്പിച്ചിട്ടുണ്ട്, ഞാനത് പൂർത്തിയാക്കുമെന്ന് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതാണ് കൂട്ടത്തിലുള്ള പലരും പിന്മാറി, കൂട്ടത്തിലുള്ള പലരും പോയി. പക്ഷേ മുസ്ലിമിനെ അഖീലിനെ ആദ്യം അങ്ങോട്ട് അയച്ചു, അവരെ കൊല ചെയ്തു എന്ന വാർത്ത അറിഞ്ഞു. എന്നിട്ടൊന്നും ആരും അടങ്ങിയിട്ടില്ല. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. യസീദിന്റെ നന്മകൾ ഞാൻ പറയട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇമാം അബൂ യഅല കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി കിതാബിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്താണ് ആ ഹദീസിൽ പറഞ്ഞത്? ലാ യസാലു അംറു ഉമ്മത്തി ഖായിമൻ ബിൽ ഖിസ്ത് ഹത്താ യകൂന അവ്വലു മൻ യൽസിമുഹു റജുലുൻ മിൻ ബനി ഉമയ്യ യുഖാലു ലഹു യസീദ്. ആരുടെ വാക്ക്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബനു ഉമയ്യ പരമ്പരയിൽപ്പെട്ട ഒരാൾ വരും, അവരാണ് എൻ്റെ ഈ ഉമ്മത്തിനെ നശിപ്പിക്കുക, അവരാണ് എൻ്റെ ഈ ഉമ്മത്തിനെ ഓട്ടയാക്കിയിട്ട് നശിപ്പിക്കുന്ന ആള്. യുഖാലു ലഹു യസീദ്. യസീദിന്റെ ഹബീബായ തങ്ങൾ പറയാണ്, യസീദ് എന്നാണ് അവൻ്റെ പേര്. ഓൻ വരും, ഓന്റെ ഭരണം ഈ ഉമ്മത്തിന് വലിയ തകരാറുകൾ ഉണ്ടാക്കും. അങ്ങനെയുള്ള ആളാണ് യസീദ് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞതുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അധ്യായത്തിൻ്റെ പേരാണ് യസീദിന്റെ നന്മകൾ. എന്നിട്ട് അയാൾ ആ അധ്യായത്തിൽ എഴുതുക, യസീദിന്റെ ഭരണകാലത്ത് നടന്നതുപോലെയുള്ള ഇസ്ലാമിക മുന്നേറ്റം മറ്റൊരു ഭരണാധികാരിയുടെ കാലത്തും നടന്നിട്ടില്ല. നേരെ ഹദീസിൽ പറയാണെന്ത്? യസീദ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി വരും, അവൻ എൻ്റെ ഈ ഉമ്മത്തിനെ നശിപ്പിക്കും. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ ഒരു മെസ്സേജ് മുനാഫിഖീങ്ങളായ ആളുകൾ ഈ ഉമ്മത്തിലുണ്ടെന്നും അവരാണ് ഈ ഉമ്മത്തിന്റെ നാശമെന്നും ലോകത്തെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചതാണ് ഹുസൈനാരെ. ആര്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ആ അവസാനത്തെ ചില ഘട്ടങ്ങളുണ്ടല്ലോ. അൻവരി ഉസ്താദ് അത് വ്യക്തമായി പാട്ടിലൂടെ എഴുത്തിലൂടെ ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹുസൈനാരും അവിടുത്തെ പ്രിയപ്പെട്ട ആ അഹ്ലുബൈത്തിലെ ഉമ്മമാരും ചെറിയ മോനും അവരൊക്കെ ആ കർബലയിലെത്തിയ ദിവസം ചതിയന്മാരായ ആളുകൾ കത്തെഴുതി അവരൊഴിഞ്ഞു. ഇബ്നു സിയാദിന്റെ പട്ടാളക്കാർ അവരെ വളഞ്ഞു. വിവരം യസീദ് ഓരോ സമയത്തും അറിയിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി അവർ വാളുമായി മുന്നോട്ട് വരുമ്പോൾ എത്ര രംഗങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ചെറിയ ഒരു കുഞ്ഞൻ അഹ്ലുബൈത്തിലെ ഉമ്മമാരെ കയ്യിൽ നിന്ന് വെള്ളം കിട്ടാതെ കരയുമ്പോ ചോദിക്കുന്നുണ്ട് ഹുസൈനാര് തങ്ങൾ വന്നിട്ട്, അല്ല ഈ പൊന്നുമോന് ഒരിത്തിരി വെള്ളം കൊടുത്തുകൂടെ? തൊട്ടപ്പുറത്തുകൂടി യൂഫ്രട്ടീസ് നദി ഒഴുകുന്നുണ്ട്. ആ പുഴ ആർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അഹ്ലുബൈത്തി റസൂലില്ലാഹ്. അവിടത്തെ കുടുംബത്തിൽപ്പെട്ട പൊന്നുമോൻ, ചെറിയ മക്കൾ വെള്ളം കിട്ടാതെ കരയുമ്പോ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പറയുമ്പോ അത് തരില്ല. അതിനു വേണ്ടി പോയ ആളെ വെടിവെച്ച് കൊന്നിട്ട് വെള്ളം കിട്ടാതെ പിടഞ്ഞു മരിച്ചിട്ടുണ്ട് കർബലയുടെ മണ്ണിൽ. യസീദ് ഇതിന് ഉത്തരവാദിയല്ലെന്നാണോ പറയുന്നത്? ഇബ്നു സിയാദ് എന്ന ആ ചങ്ങാതി ഉത്തരവാദിയല്ല എന്നാണോ ഇവർ ഈ പറയുന്നത്? അങ്ങനെ അഹ്ലുബൈത്തിലെപ്പെട്ട ഉമ്മമാരെ മുഴുവനും കൊന്നൊടുക്കി. അലി സൈനുൽ ആബിദീൻ എന്ന മകൻ അവരെ കണ്ണിൽ പെടാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഒടുവിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നു. അവിടുന്ന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴുത്തറുത്ത് കൊന്ന സംഭവം, ആ സംഭവത്തെ പറഞ്ഞ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ വിറച്ചുപോയി. ആ സംഭവത്തെ പറഞ്ഞെടുത്ത് മഹാൻ അവിടെ നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഭൂമിയും ആകാശവും മലക്കുകളും ഒന്നിച്ച് കരഞ്ഞ ദിവസമാണെന്ന്. വമിമ്മാ ളഹറ യൗമ ഖത്ലിഹി മിനൽ ആയാതി ഐളൻ അന്ന അസ്സമാ അസ്വദ്ദത് ഇസ്ബിദാദൻ അളീമ ഹത്താ റുഅയത്തിൻ നുജൂമു നഹാറ. ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, മുഹറം 10 ഹുസൈനാർ ഷഹീദായ അന്ന്
ആകാശം മുഴുവനും കറുത്തിരുണ്ടുപോയി. പകല് തന്നെ നക്ഷത്രങ്ങളെ കാണാൻ തുടങ്ങി. വലം യുർഫഅ ഹജറുൻ ഇല്ലാ വുജിദ തഹ്തഹു ദമുൻ അബീത്. അന്നേത് കല്ല് ഉയർത്തി നോക്കിയാലും ആ കല്ലിന്റെ താഴെ രക്തം കണ്ടിരുന്നു. ഭൂമിയും ആകാശവും ഒന്നിച്ച് കരഞ്ഞ ദിവസമായിരുന്നു അത്. അതൊക്കെ വായിക്കേണ്ടി വന്നെന്താ അറിയോ? ഈ ലക്ഷണം കെട്ട ഈ ബുക്കിൽ അതൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അതൊക്കെ വെറുതെ ഷിയാക്കൾ ഉണ്ടാക്കി പറഞ്ഞതാണ് എന്ന്. ഇമാം ഇബ്നു ഹജർ തങ്ങളെ പോലെയുള്ളവർ ഷിയാക്കളാണോ? ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഇമാം ഇബ്നു ഹജർ തങ്ങൾ ആകാശം മുഴുവനും ചുവന്നുപോയി. അവരെ ഷഹാദത്ത് നടന്ന ദിവസം സൂര്യന് തന്നെ ഗ്രഹണം സംഭവിച്ചു പോയി. നക്ഷത്രങ്ങൾ വെളിവായി പോയി. ഇബ്നു ഹജർ തങ്ങളെ നേരെ ഇബാറത്താണത്. ആളുകൾ തന്നെ വിചാരിച്ചു പോയി ഖിയാമത്ത് നാൾ വന്നു എന്ന്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം. ഇബ്നു സീരീൻ പറയുന്നത് അന്നദ്ദുനിയ അളമത്ത് സലാസത അയ്യാമിൻ ثم ظهرت الحمرة في السماء. 3 ദിവസം ഇരുട്ടായിരുന്നു ഭൂമി മുഴുവൻ. സൂര്യൻ തന്നെ പുറത്തേക്ക് വന്നില്ല. പിന്നെ വന്നപ്പോ ആകാശം മുഴുവനും ചുവന്നിരുന്നു എന്ന് ഇബ്നുൽ ജൗസിയുടെ റിപ്പോർട്ട് എടുത്തു കൊടുക്കുകയാണ്. മഹാനരായ ഹുസൈനാരുടെ പ്രിയപ്പെട്ട ആ തല, ആ റഅ്സു ഷരീഫ്, അത് യസീദിന്റെ സമീപത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. അന്നതാ രക്തത്തിന്റെ മഴയായിരുന്നു അവിടെ പെയ്തിറങ്ങിയത്. അന്നഹു മുതിറ കദ്ദമി അലൽ ബുയൂതി വൽ ജിദാർ. ആ വീടുകളുടെയും അതുപോലെ ചുമരുകളുടെയും എല്ലാം മുകളിലൂടെ മഴ വർഷിക്കുകയാണ്. രക്തം പോലെയുള്ള വെള്ളം. ബി ഖുറാസാൻ വശാം വൽ കൂഫ. കൂഫയിൽ, ഷാമിൽ, ഖുറാസാൻ, ഇതൊക്കെ ഇമാമീങ്ങളാണോ രേഖപ്പെടുത്തിയത്? നിങ്ങൾക്ക് ഹുസൈനാരോടുള്ള ദേഷ്യം, നിങ്ങൾക്ക് അഹ്ലുബൈത്തിനോടുള്ള ദേഷ്യം, ഇത്തരം സംഭവങ്ങൾ ഇമാമീങ്ങൾ എഴുതി വെക്കുമ്പോ അതിവിടെ മണ്ണിട്ട് മൂടാൻ ആരും കരുതണ്ട. ഞങ്ങളെ മശായിഖുമാർ ഞങ്ങൾക്ക് തരുന്ന ഹിമ്മത്ത് കൊണ്ട് ആ ചരിത്രങ്ങൾ ഇവിടെ ഹയാത്താക്കുക തന്നെ ചെയ്യും. അതല്ലേ പിന്നീട് ശൈഖുന പറഞ്ഞ സംഭവം. അതേ കിതാബിൽ ഇബ്നു ഹജർ എഴുതുന്നുണ്ട്, ജൂതനായ പുരോഹിതൻ ഈ തലയിൽ ഇങ്ങനെ ഒരു കമ്പിയില് ഒരു കുന്തത്തിന്റെ മുകളെ ഹുസൈനാരെ പരിശുദ്ധമായ റഅ്സ് അതിങ്ങനെ നാട്ടിയിട്ട് ഇവർ കൊണ്ടുപോകുമ്പോ, ഡാൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുമ്പോ പുരോഹിതനായ ആള് വിളിക്കുന്നുണ്ട്, വാ, എന്താണോ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഇതാരുടെ റഅ്സു ഷരീഫാണ്. അവര് പറഞ്ഞു, ഇത് ഹുസൈൻ. കേട്ടപാടെ പുരോഹിതൻ പറയാ, എന്താണ് നിങ്ങളെ അവസ്ഥ? ഞങ്ങളുടെ ഈസാ നബിക്ക് ഒരു പൊന്നുമോനുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ മോനെ എങ്ങനെ നോക്കും? എന്താ നിങ്ങളെ അവസ്ഥ? എന്ത് പറ്റിങ്ങക്ക്? നിങ്ങൾ ഏത് ഉമ്മത്താണ്? അവസാനം മൂപ്പര് ചോദിക്കുന്നുണ്ട്, ഏതായാലും നിങ്ങൾ ഇങ്ങനെ കോലത്തിൽ കൊണ്ടുപോവാണല്ലോ, ആ പരിശുദ്ധമായ തല റഅ്സു ഷരീഫ് ഒരു ദിവസം ഒരു രാത്രി എന്റെ വീട്ടിൽ വെക്കാൻ സമ്മതിക്കോ? പൈസ തരാം. ക്യാഷ് എന്ന് കേട്ടപ്പോൾ ഇവര് കൊടുത്തു. ആ പുരോഹിതൻ ആ പരിശുദ്ധമായ ശിരസ് എടുക്കുന്നു, ചുംബിക്കുന്നു, കഴുകുന്നു, അത്ര ഉപയോഗിക്കുന്നു. സുന്ദരമായി ഏറ്റവും നല്ല സ്ഥലത്ത് ആ വീട്ടിൽ ഇങ്ങനെ വെച്ചപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, രാത്രിയായപ്പോൾ അതിൽ നിന്നിങ്ങനെ പരിമളം വരാൻ തുടങ്ങി. എങ്ങനെ വരാതിരിക്കും? ഇതാരുടെ റഅ്സു ഷരീഫാണ്. ആരാണ് ആ വീട്ടിലുള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടത്തെ പരിശുദ്ധമായ ചുണ്ടുകൊണ്ട് ചുംബിച്ച് അവിടത്തെ മുഖം ആ ശരീരത്തോട് തട്ടിച്ച് വെച്ച് ലോകത്തുള്ള ഔലിയാക്കൾ മുഴുവനും ആദരിച്ച് ആ മഹത്തായ ശിരസിന്റെ മുമ്പിൽ നമിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ശിരസിൽ നിന്ന് പരിമളം വരാൻ തുടങ്ങി. അത് സംസാരിക്കാൻ തുടങ്ങി, ഖുർആൻ ഓതാൻ തുടങ്ങി. ജൂതന് റഹ്മത്ത് ഇറങ്ങുകയാണ്. അത് കാരണമായി അദ്ദേഹം പരിശുദ്ധമായ അഹ്ലുസുന്നയിലേക്ക് കടന്നു വന്നു എന്ന് ഇമാമീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഒരാൾക്കും അദാബ് കിട്ടാതെ നിന്നിട്ടില്ല. അതിന്റെ ശേഷം ഉദ്ധരിക്കുന്നുണ്ട് ഇബ്നു ഹജർ തങ്ങൾ. ആ സംഭവമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കുറച്ചാളുകൾ ഇരുന്ന് ഇങ്ങനെ കൂഫയിൽ സംസാരിക്കുക. അപ്പൊ ഒരാൾ പറഞ്ഞു, ഹുസൈനാരെ വധത്തിന് ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ബലാ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു വയസ്സനായ ആളുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, സഹായിച്ച ആളിൽ ഞാനും ഉണ്ട്.
എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ. വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ രാത്രിയാണ്. ഇയാൾ വിളക്ക് കെടാനായപ്പോ ഒന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കത്തിക്കാൻ പോയതാ. തീ പടർന്നു, കത്തിപ്പിടിച്ചു അയാളെ. ഓടി അയാള് ഫുറാത്തിൽ യൂഫ്രട്ടീസിലേക്ക് ചാടി. അയാൾ ആ ചാട്ടത്തിൽ തന്നെ തീയിൽ വെന്ത് മുങ്ങി മരിച്ച സംഭവം ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി അസ്സവാഇഖുൽ മുഹ്രിഖയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ ഇമാമിയങ്ങൾ മാത്രം അവരുടെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇമാം ഇബ്നു ഹജർ തങ്ങൾ ആ ചർച്ച അവിടെ അവസാനിപ്പിക്കുമ്പോൾ മഹാൻ പറയാണ്, ബഅദത്തിഫാഖിഹിം അലാ ഫിസ്ഖിഹി. യസീദിനെ കുറിച്ചാണ് സംസാരം. യസീദ് ഫാസിഖാണ് എന്നതിൽ ഈ ഉമ്മത്തിന് സംശയമില്ല. ഇത്തിഫാഖുൽ ഉമ്മ. എന്തിനാണ് സംശയം? ഇഖ്തലഫു ഫീ ജവാസി ലഅനിഹി. അവനെ ലഅനത്ത് ചെയ്യാൻ പറ്റുമോ? അവന്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണോ? ഇതിലേ തർക്കമുള്ളൂ. അവൻ തമ്മാടിയാണ് എന്നതിൽ ഇവിടെ തർക്കമില്ല. എന്നിട്ട് മഹാൻ പറയാണ്, ഫഅജാസഹു ഖൗമുൻ. യസീദിന്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി പറയണം എന്ന് പറഞ്ഞവരാണ് പ്രഗൽഭരായ ഇമാമിയങ്ങൾ. മിൻഹും അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. 4 ഇമാമിയങ്ങളിൽ പ്രധാനിയായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നത്, യസീദിന്റെ പേര് കേട്ടാൽ ലഅനത്ത് ചൊല്ലണം, അതാണ് അഹ്ലുസുന്നയുടെ നയമെന്നാണ്. പിന്നെ മൂപ്പര് വിശദമായി അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, ഈമാനുള്ള ആളുകൾക്ക് എങ്ങനെ യസീദിന്റെ ഒരു നന്മ എടുത്തു പറയാൻ കഴിയും? കാരണം അവൻ കൈവച്ചത് ആരുടെ നേരെയാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ ലോകത്ത് അന്ന് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ മുഴുവനും യസീദിനെ ശപിച്ചുകൊണ്ടാണ് ഇമാമിയങ്ങൾ എഴുതിയത്, മശായിഖന്മാര് സംസാരിച്ചത്. നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയായിരുന്നു കാലങ്ങളായി നടന്നു വന്നിരുന്നത്. വഹാബികൾ കയറിക്കൂടി. അതിനേക്കാൾ പഴച്ച ഈ ടീം അവർ കയറിക്കൂടിയിട്ട് ഹുസൈനാരുടെ മഹത്വം ഇല്ലാതെയാക്കാനും കർബലയുടെ മഹത്വം ഇല്ലാതെയാക്കാനും ആ ഷഹാദത്തിനെ തന്നെ നിഷേധിക്കാനും വന്നു. അതിൻ്റെ പൂർത്തീകരണമാണ് ഈ ലക്ഷണം കെട്ട പുസ്തകം എന്നാണ് ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് മുഴുവനും പുറത്തായി ഈ പുസ്തകത്തിലൂടെ. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഒറ്റ വാക്കുകൂടി പറഞ്ഞു നിർത്തുന്നു. നമ്മൾ അൽഹംദുലില്ലാഹ് മുഹറം 10 ഹുസൈനാരുടെ മദ്ഹ് ശൈഖുനയിൽ നിന്ന് തന്നെ കേൾക്കാൻ വലിയ തൗഫീഖ് അല്ലാഹു എന്നും നമുക്ക് നിലനിർത്തി തരട്ടെ. അവിടെ നിന്ന് പറഞ്ഞ ഒറ്റ വാക്ക്, നമ്മൾ എന്തൊക്കെ പ്രതിസന്ധിയിലകപ്പെട്ടാലും ഏതെല്ലാം വിഷമങ്ങൾ നമുക്ക് വഹിക്കേണ്ടി വന്നാലും ആരൊക്കെ നമ്മളെ കളിയാക്കിയാലും ഏതെല്ലാം ആളുകൾ നമ്മെ ആക്രമിച്ചാലും ഏതെല്ലാം ബലാകൾ തുടരെയായി വന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ പരിശുദ്ധമായ ആ ചുണ്ടുകളോട് ചേർത്ത് വെച്ച് ഇതെന്റെ മോനാണെന്ന് പ്രഖ്യാപിച്ച ഹുസൈനാരെ റളിയല്ലാഹു അൻഹു മഹത്വം പറയാൻ, അവിടുത്തെ ഷഹാദത്ത് അംഗീകരിക്കാൻ, അവിടുന്ന് സയ്യിദു ശുഹദാ ആണെന്ന് പറയാൻ, മുഹറം 10 അവിടുത്തെ മൗലിദ് ഓതാൻ നമുക്കൊരു തൗഫീക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ആ പഴയ കൗമിൽ തന്നെ ആണെങ്കിൽ എന്താ അവസ്ഥ? ഇതിപ്പോ അംഗീകരിക്കാൻ വേണ്ടി ന്യായീകരിക്കാനാ വരുന്നത്. രണ്ടും അലിയാരോട് ഹബീബായ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ 2 ടീം വരും. ഒരു ടീം നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറയും, നിങ്ങൾ ദൈവമാണെന്ന് പറയും, നിങ്ങൾ നബിയാണെന്ന് പറയും, അവര് നശിച്ചുപോയി. ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. വേറൊരു ടീം അങ്ങയെ നിഷേധിച്ച് അങ്ങയെ എതിർത്ത് അങ്ങയെക്കെതിരെ തിരിഞ്ഞ് അവരും ഹലാക്കാവും, നശിക്കും. അത് രണ്ടിന്റെയും ഇടയിലാണ് അഹ്ലുസുന്ന. വ്യക്തമായി പറഞ്ഞാൽ അലിയാരെ തള്ളിയ നാസിബത്ത് അതിൽപ്പെട്ടതാണ് ഈ ഷിയാ ഫൈസി അടക്കം ഈ മുട്ടിത്തങ്ങളടക്കമുള്ള എല്ലാവരും ഈ പറഞ്ഞ നാസിബത്തിലുള്ളവരാ. നാസിബത്ത് അതേസമയത്ത് അലിയാരെ ഇലാഹാക്കിയ റാഫിദിയത്ത്, നാസിബിയത്തും റാഫിദിയത്തും ഇത് രണ്ടും പിഴച്ചതാണ്. ഇത് രണ്ടിന്റെയും ഇടയിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതാണ് നമ്മുടെ മശായിഖുമാർ
നേതൃത്വം നൽകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ. കരയുക തന്നെ വേണം, കരയാതെ ഒരു രക്ഷയുമില്ല. വിതുമ്പിക്കരഞ്ഞാൽ പോരാ, പൊട്ടി പൊട്ടി കരയേണ്ടി വരും. ഞങ്ങള് ശംസുൽ ഉലമയെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ നമ്മളോട് തന്നെ അവർ പറയും, ശൈഖുന പറയും, അസ്ഹാബുൽ വക്തുകളായ മഹാരഥന്മാര് പറയും, കെ ഉസ്താദിന്റെ മഹത്വം നമ്മൾ പറയുന്നത് ഏതെങ്കിലും ആളുകളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയല്ല, ആരെങ്കിലും അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ അല്ല. നമ്മളോട് പറയും, നിങ്ങൾ തന്നെ ഒരു കാലത്ത് അള്ളാഹ് നല്ല സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ട് കെ ഉസ്താദാകുന്ന ശംസുൽ ഉലമയുടെ മദ്ഹ് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിച്ചതാണ് പലപ്പോഴും. അതുകൊണ്ട് നിങ്ങൾ തന്നെ പരസ്യമായി തൗബയായി മദ്ഹ് പറയണം എന്ന് നമ്മളോട് നിർദ്ദേശിച്ചപ്പോഴല്ലേ നമ്മൾ തന്നെ അതിലേക്ക് വന്നത്. എന്നിട്ട് നമ്മൾ ആ മദ്ഹ് ഇങ്ങനെ പറയും. അവർ പറയും പോരാ, ഇനിയും പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നെയും പറയും പോരാ, ഇനിയും പറയണം. ശംസുൽ ഉലമയാണ് മടവൂർ ശൈഖുനയെ ഇവിടെ സ്ഥാപിച്ചത്. വടകരോറ് കോരങ്ങാട് പാപ്പയെ, അതുപോലെ തന്നെ വേങ്ങര കോയപ്പാപ്പ റളിയല്ലാഹു അൻഹും അവരെയൊക്കെ സ്ഥാപിച്ച ശംസുൽ ഉലമയെ ഉയർത്തി ഉയർത്തി പറയണം. അത് മാത്രമാണ് ശരി. എന്നിട്ട് ആദ്യകാലത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം ശൈഖുന അതുപോലെ മഹാന്മാരായ മശായിഖ് പഠിപ്പിച്ചു. എന്താണ് ആ ചോദ്യം? ശംസുൽ ഉലമയോട് തെറ്റിപ്പോന്നില്ലേ 89-ൽ സ്വന്തം ഉസ്താദായ കെ ഉസ്താദ്, അതുപോലെ കണ്ണിയത്ത് ഉസ്താദ്, റഈസുൽ മുഹഖഖീൻ അവരുള്ള ആ സംഘത്തിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോ എന്തിനു പോന്നു? ശംസുൽ ഉലമയുമായി തെറ്റുണ്ടാക്കി പോന്നതിന്റെ ശർഈയായ കാരണം പറയണം. നമ്മളെ പോസ്റ്ററിന്റെ ഹെഡിങ് തന്നെയായിരുന്നു അത്. എന്ത് കാരണമായിരുന്നു അത്? നമ്മൾ പ്രസംഗിച്ചു. നമ്മൾ പറഞ്ഞു പണ്ടുള്ളങ്ങളാ ചപ്പടാച്ചിയൊന്നും മതിയാവില്ല, വഹാബിന്റെ ഒപ്പം ഇരിക്കാറുണ്ട് കാര്യമുണ്ടോ? നിങ്ങൾ വഹാബിന്റെ കൂടെ ഇരിക്കൽ മാത്രമല്ല കിടക്കലും ഉറങ്ങലൊക്കെ വഹാബി, നിങ്ങൾ തന്നെ വഹാബിയായി പോയി. എന്ത് കാരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചോദ്യങ്ങൾ ആവർത്തിച്ചു, മിണ്ടാട്ടുണ്ടായില്ല. 89-ന് ശേഷം നിങ്ങൾ കാണിച്ചു കൂട്ടിയ മഹല്ലുകളിലെ ഭിന്നിപ്പ്, AP പെരുന്നാള്, ഈക്ക പെരുന്നാള്, അതുപോലെ കൊലകൾ, കൊള്ളിവെപ്പുകൾ, അതുപോലെ തന്നെ ബഹിഷ്കരണം, ഒറ്റപ്പെടുത്തൽ, മഹല്ലുകളിൽ നിന്ന് പിരിച്ചുവിടൽ, എന്തൊക്കെ നടത്തി നിങ്ങൾ? ഇതിനൊക്കെ ഉത്തരവാദി ആ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ ഫിത്നയല്ലേ? എന്താണ് ശർഈയായ കാരണം എന്ന് നമ്മൾ ചോദിച്ചപ്പോ നമ്മൾ തന്നെ ഓർത്തില്ല ഇതിങ്ങനെ ഫത്ഹാകുമെന്ന്. അൽഹംദുലില്ലാഹ് ആ ചോദ്യം കൊള്ളേണ്ടിടത്ത് കൊണ്ടു. കെ ഉസ്താദ് ഇല്ലാതെ, ശംസുൽ ഉലമയുടെ വഴിയല്ലാതെ ഇനി ഒരു വഴിയില്ല എന്ന് മശായിഖ് ഇവിടെ സ്ഥിരപ്പെടുത്തുകയാണ്. നമ്മൾ അതിന് യന്ത്രം മാത്രമാണ്. മശായിഖാണ് സ്ഥിരപ്പെടുത്തുന്നത്. അവർ സ്ഥിരപ്പെടുത്തിയപ്പോൾ സാക്ഷാൽ കാന്തപുരം ഉസ്താദ് വന്ന് ഇന്ന് സമസ്തയുടെ ജന്മദിനമാണെന്ന് പറഞ്ഞ് കോഴിക്കോട്ട് പരിപാടി ഉണ്ടാക്കി. എല്ലാ പത്രക്കാരെയും വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ശംസുൽ ഉലമയാണ് എന്നെ കൊണ്ടുവന്നത്, എന്നെ സമസ്തയിലേക്ക് കൊണ്ടുവന്നത് ശംസുൽ ഉലമയാണ്. അങ്ങനെയുണ്ട് പലതും ഓർക്കാൻ. അരീക്കാട് പള്ളി പ്രശ്നമുണ്ടായപ്പോ എല്ലാവരും AP ഉസ്താദിനെതിരായ ഘട്ടമുണ്ടായിരുന്നു. AP ഉസ്താദ് മുങ്ങിപ്പോകും, വെള്ളത്തിൽ മുങ്ങിപ്പോകും, ഇനി കേൾക്കൂല എന്നൊരു രംഗമെത്തിയപ്പോ ശംസുൽ ഉലമ നേരിട്ട് വന്ന് AP ഉസ്താദിന്റെ കൈ പിടിച്ച് ഭയപ്പെടണ്ട, മുങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് രണ്ടാക്കും കൂടി മുങ്ങിപ്പോവാ, നിങ്ങളെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തിയ അങ്ങനെയുള്ള എത്ര അനുഭവം. ഇതൊക്കെ ഒറ്റയാക്ക് വേണ്ടി അങ്ങോട്ട് മറന്നിട്ട് മുന്നോട്ട് പോയപ്പോ ഒടുവിൽ ഇതെല്ലാം ചെയ്തു തീർത്തത് ശംസുൽ ഉലമയാണ്, എനിക്കെല്ലാം തന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ അകന്നുപോയി എന്നതോർക്കുമ്പോ കരച്ചിൽ വരുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി കരഞ്ഞെങ്കിൽ ഒറ്റ വാക്ക് ഞാൻ പറയാ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ശംസുൽ ഉലമയുടെ വഴി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അസ്തമിച്ചു പോയി. AP സമസ്തായിസം എന്നത് നേതാവ് തന്നെ കുഴിച്ചു മൂടിയ സ്ഥിതിക്ക് ഇനി അത് കഫംപുട പുതച്ച് കുഴിച്ചിടുകയാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ മശായിഖ് അത് കുഴിച്ചിടുക തന്നെ ചെയ്യും എന്ന് ഈ മുഹറം 10-ന്റെ രാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കൂട്ടത്തിൽ ഒന്നുകൂടി ശംസുൽ ഉലമയുടെ കാര്യത്തിൽ പറഞ്ഞ ആ ഒരു വാചകമുണ്ടല്ലോ, ഖേദം, ദുനിയാവിൽ നിന്ന് തന്നെ വന്ന ഖേദം. അങ്ങനെയുള്ള
പല ഖേദങ്ങളും വരിക്ക് വരിയായി നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉസ്താദേ, മശായിഖന്മാർ അവരാരാണെന്ന് നിങ്ങൾക്കറിയാം. രാത്രികാലങ്ങളിൽ നിങ്ങൾ പോയിരുന്ന ഉന്നതമായ സ്ഥാനങ്ങൾ ചെറുപ്പത്തിൽ തന്നെ മർക്കസിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോയി പല പല അത്ഭുതങ്ങളും കാണാൻ വേണ്ടി നിങ്ങൾ തന്നെ അവരെ ആശ്രയിച്ച സംഭവങ്ങൾ, ഇതൊക്കെ അറിയുന്ന നിങ്ങൾ, മറ്റു ചില ആളുകൾ, നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ, ആ സ്റ്റേജുള്ളവർ തന്നെ നിങ്ങൾക്ക് അതാ ആ ബന്ധം തുടരാൻ തടസ്സമാവുകയും അങ്ങനെ നിങ്ങളെ കൂടെയുള്ള പലർക്കും വേണ്ടി നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ പിടിച്ച ആ കരങ്ങളെ, മശായിഖിന്റെ കരങ്ങളെ വിട്ടുമാറ്റിയിട്ട് ഒറ്റക്ക് യാത്ര ചെയ്ത് തുടർന്നു പോയാൽ ദുനിയാവിലല്ല മഹ്ശറയിൽ തന്നെ ഖേദിക്കുന്ന ഒരു രംഗമുണ്ട്. വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ. മറക്കണ്ട ഈ ആയത്ത്. ദുനിയാവിൽ നിന്ന് തന്നെ അതിലും കൂടി ഒന്ന് പൊട്ടിക്കരഞ്ഞ് മശായിഖന്മാരെയും ശംസുൽ ഉലമയുടെ വഴിയെയും സ്വീകരിച്ചാൽ ആ ഒരു നല്ല അന്തരീക്ഷമുണ്ടാക്കാം. എന്താണ് ആ പറഞ്ഞത്? അക്രമികളായ ആളുകൾ രണ്ട് കൈയും കടിച്ച് കടിച്ച് തുപ്പുകയാണ്, പറയുകയാണ് ലം അത്തഖിയ. അവർ പറയുന്നു യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ. അല്ലാഹുവിൽ നിന്ന് വന്ന ആ മഹാന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ, അവരെ കൂടെ ജീവിച്ചിരുന്നുവെങ്കിൽ, അവർക്ക് വഴിപ്പെട്ട് ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഇന്നാലിന്ന ആളെ കൂട്ടുകാരനാക്കി, എൻ്റെ ആളാക്കി, നേതാവാക്കി വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ നാശം, ഞാൻ അവരെ എൻ്റെ ആളാക്കി, എൻ്റെ വിശ്വസ്തരാക്കി, അവരെന്നെ വഴിപിഴപ്പിച്ചു. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. സത്യമേതാണെന്നും നേരായ മാർഗമേതാണെന്നും അറിഞ്ഞതിന് ശേഷം കൂടെയുള്ളവർക്ക് വേണ്ടി ഞാൻ അതൊക്കെ ഒഴിവാക്കി. ആ കൂടെയുള്ളവർ എന്നെ വഴിപിഴപ്പിച്ചു. ഞാൻ ഇന്ന് ഖേദിക്കുകയാണ്, കൈകൾ കടിച്ചു തുപ്പുകയാണ് എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിച്ച് കരഞ്ഞ് എത്രയോ ഖേദം വരുന്നതിന് മുമ്പ് പൊട്ടിക്കരഞ്ഞ് ശംസുൽ ഉലമയുടെ വഴിയിലേക്ക് തിരിച്ചു വന്ന് ഹുസൈനാരുടെ മദ്ഹ് പറഞ്ഞ് അവർക്കെതിരെ പറഞ്ഞ യസീദുകളെ നിലക്ക് നിർത്തി മുന്നോട്ട് പോയാൽ ശംസുൽ ഉലമയുടെ വഴിയിൽ നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. ആ യാത്രയിൽ മശായിഖിന്റെ നേതൃത്വമുണ്ടാകും, മുഅ്മിനീങ്ങളുടെ എല്ലാവരുടെയും സഹകരണമുണ്ടാകും. അതുകൊണ്ട് നിർത്തുന്നു. സമസ്ത ഒന്നേ ഉള്ളൂ, അത് ശംസുൽ ഉലമയുടെ സമസ്തയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ആര് വാർഷികം പ്രഖ്യാപിച്ചാലും അത് ശംസുൽ ഉലമയെ ധിക്കരിക്കലാണ്. കരച്ചിലിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ സംഭവം നിർത്തിവെച്ച് ശംസുൽ ഉലമയുടെ വഴിയിലേക്ക് വിനയത്തോടെ കടന്നു വരിക. ഹുസൈനാരുടെ ബറക്കത്തിൽ അല്ലാഹു നിങ്ങൾക്കും എല്ലാവർക്കും സത്യം അംഗീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.